അസോസിയേഷന് മാനേജിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതെന്നു അസോസിയേഷൻ സെക്രട്ടറിയെയും സമുദായ ട്രസ്റ്റികളെയും കൂടാതെ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 പട്ടാളക്കാരും പട്ടാളക്കാരല്ല പട്ടക്കാരും അല്ല. നിങ്ങളൊന്ന് നോക്കിയേ, 79ാമത്തെ ക്ലോസിൽ നമ്മൾ വന്ന് നിൽക്കുന്ന കേട്ടോ. 79 ശ്രദ്ധിച്ചോണം. അസോസിയേഷൻ സെക്രട്ടറിയെയും സമുദായ ട്രസ്റ്റികളെയും കൂടാതെ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 പട്ടാളക്കാരും 86 അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 ഈ കണ്ണാടി വെക്കാത്ത പ്രശ്നം. കണ്ണാടി വെക്കട്ടെ. ഇപ്പൊ തെളിഞ്ഞല്ലോ. അസോസിയേഷൻ സെക്രട്ടറിയെയും സമുദായ ട്രസ്റ്റികളെയും കൂടാതെ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 പട്ടക്കാരും 86 അയ്മേനികളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്നതാകുന്നു. നിങ്ങൾ കണ്ടല്ലോ. 43 പട്ടക്കാരും 86 അയ്മേനികളും ആരാണ്? നമ്മുടെ കമ്മിറ്റിയിൽ. ഏത് കമ്മിറ്റി? ഈ 1934 ഭരണഘടന ജനാധിപത്യത്തെ എങ്ങനെ കശാപ്പ് ചെയ്യുന്നു എന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഞാൻ പറഞ്ഞ ഈ യാക്കോബായക്കാരെയും ഓർത്തഡോക്സുകാരെയും കൂടെ കമ്പയർ ചെയ്താൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിലാണ്. എന്റെ പേഴ്സണൽ നിരീക്ഷണത്തിലാണ്. യാക്കോബായക്കാർ ആവറേജ് വിദ്യാഭ്യാസം ഉള്ളത് എന്ന് പറഞ്ഞാൽ യാക്കോബായക്കാരുടെ വിദ്യാഭ്യാസം ഉള്ളവരില്ലെന്നല്ല, ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ബാബു പോളും റോയ് പോളും അടക്കമുള്ള എത്രയോ IAS അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉള്ളത് യാക്കോബായിലുണ്ട്. ഞാൻ പറഞ്ഞ പൊതുവെ നോക്കുമ്പോൾ യാക്കോബായക്കാർ കൂടുതൽ കൃഷിക്കാരും മണ്ണിൽ അധ്വാനിക്കുന്നവരും നിഷ്കളങ്കരും ഗ്രാമീണരും ഒക്കെ ആയ വലിയൊരു ജനസഞ്ചയമാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പൊ ഈ ഓർത്തഡോക്സിൽ എല്ലാവരും എന്താണ്, ഈ കൂടുതലും മണ്ണിൽ വേരില്ലാത്തവരും ആളുകൾ എങ്ങനെ ഉടായ്പിലൂടെ കിടക്കാൻ ഇങ്ങനെയുള്ള ഓഫീസ് ജോലി അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നത്. ഏതായാലും വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അതുകൊണ്ട് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസമുണ്ടെന്നും വിവരമുണ്ടെന്നും മേനി നടിക്കുന്ന ഓർത്തഡോക്സുകാർ കൂടുതൽ വൈറ്റ് കോളേഴ്സ് ഉള്ള അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ക്ലോസ് ഒന്ന് നോക്കി, ഇത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്. ലോകത്തേതെങ്കിലും സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ഭരണഘടനയുണ്ടോ? ജനാധിപത്യത്തെ പച്ചയ്ക്ക് കശാപ്പ് ചെയ്യുകയാണ് ഇവിടെ ഈ 79ാമത്തെ വകുപ്പ്. നിങ്ങൾ നോക്കിക്കോ. 79 അസോസിയേഷൻ സെക്രട്ടറിയെയും സമുദായ ട്രസ്റ്റികളെയും കൂടാതെ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 പട്ടക്കാരും 86 അയ്മേനികളും മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കുന്നതാകുന്നു. അപ്പൊ 43 പട്ടക്കാരും നേരെ ഇരട്ടി 86 അയ്മേനികളും. ഉയ്യോ, അൽമായർക്ക് എന്തൊരു പ്രാതിനിധ്യം അല്ലേ. കണ്ണിപ്പൊടി ഇടുന്ന ശ്രദ്ധിച്ചോണേ. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധി 5 കൊല്ലമായിരിക്കുന്നതാണ്. മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം യുക്തം പോലെ അസോസിയേഷന് അധികപ്പെടുത്താവുന്നതാവുന്നു. കാലാവധിക്കുള്ളിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു ആള് തട്ടിപ്പോയാൽ പകരം ആളിനെ നിയമിക്കുന്നതിന് ശേഷം അംഗങ്ങൾക്ക് അവകാശമുള്ളതാവുന്നു. അതൊന്നും കുഴപ്പമില്ല. അടുത്തത്, ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം മലങ്കര മെത്രാപ്പോലീത്തായ്ക്ക് 30 പേരിൽ അധികപ്പെടാതെ ആളുകളെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി നിയമിക്കാവുന്നതാകുന്നു. ഹലോ, ദാണ്ട് കിടക്കുന്നു മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, മലങ്കര സഭയുടെ ജനാധിപത്യം, ഒരുപാട് തേങ്ങാകൾ തൂങ്ങിക്കിടക്കുന്ന തേങ്ങാക്കൊല ദേ കിടക്കുന്നു. ഇവിടെ തീർന്നു. ഈ സിനിമയിലൊക്കെ ചോദിക്കുന്നു അല്ലേ, പോയി ചത്തൂടെ എന്നുള്ളൊരു ഡയലോഗാണ് ഇവിടെ യുക്തമാകുന്നത്. നമുക്ക് ശരിയല്ലല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് നോക്ക്, 79ാമത്തെ ക്ലോസ് നിങ്ങൾ നോക്ക്. അതായത് 43 പട്ടക്കാരും 86 അയ്മേനികളും. കമ്മിറ്റിയിൽ എന്തെങ്കിലും കാരണത്താൽ മലങ്കര മെത്രാപ്പൊലീത്തായുടെ അല്ലെങ്കിൽ ഈ മെത്രാന്മാരുടെ ഉദ്ദേശം നടക്കുന്നില്ലെങ്കിൽ, ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ 30 പേരെ നിയമിക്കാവുന്ന കമ്മിറ്റിയിലോട്ട്. ചുമ്മാ തള്ളിക്കയറ്റി വിടാം, അവരവിടെ പോയി കയറിയിരുന്നുള്ളൂ. കുഴഞ്ഞില്ലയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ കളിച്ചാലും പണ്ട് ഈ ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്ന സമയത്ത് ബാലികേറാമല എന്ന് പറഞ്ഞിട്ട് സുഗ്രീവൻ ഒരു മല ഉണ്ടാക്കി കൊടുത്തു. ആ മലയിലാണ് സുഗ്രീവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങോട്ട് ബാലിക്ക് കയറാമൻ. ഓരോരോ വരങ്ങളാണ്. അപ്പം ഒരു യുദ്ധം ചെയ്യാൻ വന്നാൽ വരം മേടിച്ചിരിക്കുക. നിന്നോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ യുദ്ധം ചെയ്യാൻ വരുന്നവന്റെ പകുതി കരുത്തു കൂടെ നിനക്ക് കിട്ടും. അപ്പൊ ഈ പുരാണം വായിച്ചവനാണ് ഈ ക്ലോസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്നോട് ഒരാൾ യുദ്ധത്തിന് വരിക, എനിക്ക്
80 കരുത്തുണ്ട്, ഒരളവാന്ന് വെച്ചോ 80. എന്നോട് എതിർക്കാൻ വരുന്ന ആൾക്ക് 200. ഇടി നടന്നു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകും. 200 അവൻ വരുന്നത്, എൻ്റെ 80 ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയ വരം എന്നാന്ന് ചോദിച്ചാൽ, എനിക്കെതിരെ വരുന്ന ആളുടെ പകുതി കരുത്ത് എനിക്ക് കിട്ടും. അപ്പൊ അവന്റെ 200 എന്നുള്ളത് 100 ആവും, ആ 100 കൂടെ എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് 150 ആവും. ഞാൻ അവനെ ഇടിച്ച് താഴെ ഇടും. അങ്ങനെ ആര് വന്നാലും ഞാൻ ജയിക്കും, എത്ര കരുത്തം വന്നാലും. അതുകൊണ്ട് എന്തെല്ലാം നിങ്ങൾ ലോബിയിങ് നടത്തിയാലും, നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നാലും, നിങ്ങൾ ഒരു തീരുമാനമായിട്ട് വരുമ്പോൾ ദാ കിടക്കുന്നു 30 പേര് ആരുടെ ആളായിട്ട് വരും? മലങ്കര മെത്രാപ്പോലീത്തയുടെ ആളായിട്ട് വരും. ഇതാണോ ജനാധിപത്യപരമായ ഒരു ഭരണഘടന? ഇതാരെയാ ഇവര് ഭയപ്പെടുന്നത്? അസോസിയേഷൻ തെരഞ്ഞെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഭയപ്പെടുന്നു. അവരുടെ തീരുമാനങ്ങളെ ഓവർറൈഡ് ചെയ്യാൻ മാനേജിംഗ് കമ്മിറ്റിയിൽ മൃഗീയമായ നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന് മൃഗീയമായ ഭൂരിപക്ഷം എപ്പോഴും തനിക്കുണ്ടെന്നും തന്റെ അധീശത്വവും മേധാവിത്വവും മാനേജിംഗ് കമ്മിറ്റിയിൽ അടിച്ചുറപ്പിക്കേണ്ടതിനും ഇങ്ങനെ നിയമിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കൂ, 30 പേരെ അധികപ്പെടാത്ത ആളുകളെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. മലങ്കര മെത്രാപ്പോലീത്ത മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശേഷമുള്ള മെത്രാപ്പാരും അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ ഒന്നും നിങ്ങൾ വിഷമിക്കരുത്. ഏറ്റവും ഭയങ്കര സംഭവം വരാനിരിക്കുന്നുള്ളൂ.